ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മിക്സ്. കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്പോർട്സ് എഴുത്തുകാരൻ മുഹമ്മദ് ദാവൂദ്. അവസാന കിക്ക് വരെ ആരും പരാജയപ്പെടുന്നില്ല. ഫുട്ബോളിൻ്റെ അപ്രവചനീയതയെക്കുറിച്ചുള്ള ഈ ചൊല്ല് അന്വർത്ഥമായ ആഴ്ചയാണ് കഴിഞ്ഞു പോയത്. യൂറോപ്യൻ ഫുട്ബോളിൻ്റെ കർട്ടൻ റൈസർ എന്നറിയപ്പെടുന്ന 2 ഫൈനലുകൾക്കാണ് ഇംഗ്ലണ്ടിലെ വെമ്പിളിയിലും ഇറ്റലിയിലെ ഉഡിനയിലുമായി ഫുട്ബോൾ പ്രേമികൾ സാക്ഷിയായത്. 2 മത്സരങ്ങളും പെനൽറ്റി ഷൂട്ടൗട്ട് വരെ നീണ്ട ആവേശ പോരാട്ടങ്ങളായി എന്നത് വരാനിരിക്കുന്ന സീസണിൻ്റെ ഉജ്ജ്വലമായ ഒരു കേളികെട്ട് കൂടിയായി. പോയ സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരും FA കപ്പ് ജേതാക്കളും തമ്മിൽ മത്സരിക്കുന്ന കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെ തോൽപ്പിച്ച് ക്രിസ്റ്റൽ പാലസ് ജേതാക്കളായപ്പോൾ ചാമ്പ്യൻസ് ലീഗ് വിജയികളും യൂറോപ്പ ലീഗ് ചാമ്പ്യന്മാരും തമ്മിൽ മത്സരിക്കുന്ന യുവേഫ സൂപ്പർ കപ്പിൽ ടോട്ടനം ഹോട്ട്സ്പറിനെ വീഴ്ത്തി PSG കിരീടം ചൂടി. കോച്ച് ലൂയി എൻറിക്കയ്ക്കു കീഴിൽ PSG തങ്ങളുടെ ചിരകാല സ്വപ്നമായ ചാമ്പ്യൻസ് ലീഗ് നേട്ടം സാക്ഷാത്കരിച്ചത് കഴിഞ്ഞ സീസണിലാണ്. എന്നാൽ അതിനു പിന്നാലെ വന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫൈനലിൽ ചെൽസിയോട് അപ്രതീക്ഷിത തോൽവി വഴങ്ങേണ്ടി വന്നത് ഫ്രഞ്ച് ക്ലബിനു വലിയ തിരിച്ചടിയായിരുന്നു. പുതിയ സീസണിന് മുമ്പ് അത് മറക്കാനുള്ള ഇന്ധനമായി PSG ഇറ്റാലിയൻ നഗരമായ ഉഡിനയിലെ ബ്ലൂ എനർജി സ്റ്റേഡിയത്തിൽ കൈവരിച്ച ഈ സൂപ്പർ കപ്പ് നേട്ടം. മറ്റൊരു തോൽവി മുഖാമുഖം കണ്ടതിനു ശേഷം അവസാന നിമിഷം തിരിച്ചു വന്നാണ് പാരീസ് ക്ലബ്ബ് വിജയം സ്വന്തമാക്കിയത്. പുതിയ പരിശീലകൻ തോമസ് ഫ്രാങ്കിന് കീഴിൽ പുത്തനുണർവോടെ കളിച്ച ടോട്ടനം രണ്ടാം പകുതി തുടങ്ങി നിമിഷങ്ങളായപ്പോഴേക്കും 2-0 മുന്നിലെത്തിയിരുന്നു. 39-ാം മിനിറ്റിൽ മിക്കി വാൻഡവാനും 48-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമേറോയുമാണ് ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഗോളുകൾ നേടിയത്. നിലവിൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീം എന്ന വിശേഷണത്തോട് നീതി പുലർത്താനാവാതെ കഷ്ടപ്പെട്ട PSG പക്ഷേ നിശ്ചിത സമയത്തിൻ്റെ അവസാന 5 മിനിറ്റിൽ ഉയർത്തെഴുന്നേറ്റു. 85-ാം മിനിറ്റിൽ ദക്ഷിണ കൊറിയൻ താരം ലീ കാങ് ഇന്നിൻ്റെ ഒരു ലോങ് റേഞ്ച് സ്ട്രൈക്കിൽ ഒരു ഗോൾ തിരിച്ചടിച്ച PSG വർദ്ധിത വീര്യത്തോടെ സമനില ഗോളിനായി ടോട്ടനം ഗോൾമുഖത്തേക്ക് ഇരച്ചു കയറി. അവരുടെ അധ്വാനത്തിനു പ്രതിഫലം കിട്ടിയത് ഇഞ്ചുറി ടൈമിൻ്റെ 4-ാം മിനിറ്റിൽ. ഒസ്മാൻ ഡംബലയുടെ ക്രോസിൽ നിന്ന് പോർച്ചുഗൽ താരം ഗോൺസാലോ റാമോസിൻ്റെ ഹെഡർ ടോട്ടനം വല കുലുക്കിയതോടെ മത്സരം നേരെ പെനൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. സൂപ്പർ കപ്പിൽ എക്സ്ട്രാ ടൈം ഇല്ല എന്നതുകൊണ്ടായിരുന്നു അത്. ഷൂട്ടൗട്ടിലും നന്നായി തുടങ്ങിയത് ടോട്ടനം തന്നെ. അവരുടെ ആദ്യ കിക്ക് ഡൊമിനിക് സോളങ്കെ ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ PSG ആദ്യ കിക്കെടുത്ത വിറ്റീഞ്ഞക്കു പിഴച്ചു. അതോടെ ടോട്ടനത്തിന് 1-0 ലീഡായി. എന്നാൽ പിന്നീട് മിക്കി വാൻഡവനും മാത്തിസ് ഡെലും കിക്ക് നഷ്ടപ്പെടുത്തിയത് അവർക്ക് തിരിച്ചടിയായി. അവസരം മുതലെടുത്ത PSG താരങ്ങൾ പിന്നീടുള്ള 4 കിക്കുകളും ലക്ഷ്യത്തിലെത്തിച്ച് 4-3 എന്ന സ്കോറിൽ വിജയം സ്വന്തമാക്കി. കഴിഞ്ഞ സീസണിൽ PSG നേട്ടങ്ങളിലെല്ലാം പങ്കുവഹിച്ച ഗോൾ കീപ്പർ ജിയാൻ ലൂയിജി ഡൊനാരുമയെ മറികടന്ന് പ്ലേയിങ് 11-ൽ ഇടം പിടിച്ച പുതിയ ഗോൾ കീപ്പർ ലൂക്കാസ് ഷവലിയർ ഷൂട്ടൗട്ടിൽ മിക്കി വാൻഡവൻ്റെ കിക്ക് സേവ് ചെയ്ത് തൻ്റെ വരവറിയിക്കുകയും ചെയ്തു. കളിയിൽ ഭൂരിഭാഗ സമയത്തും ആധിപത്യം പുലർത്തിയിട്ടും തൻ്റെ ടീം തോറ്റുപോയതിനെക്കുറിച്ച് ടോട്ടനം കോച്ച് ഫ്രാങ്ക് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ശസ്ത്രക്രിയ വിജയകരമായിരുന്നു, പക്ഷേ രോഗി മരിച്ചുപോയി. വിജയിച്ച PSG പരാജയപ്പെട്ട ടോട്ടനത്തിനും പക്ഷേ വിശ്രമിക്കാൻ സമയമില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണിൽ ആദ്യ മത്സരത്തിൽ ടോട്ടനം ഇന്ന് ബേൺലിയെയും ഫ്രഞ്ച് ലീഗിലെ ആദ്യ മത്സരത്തിൽ PSG നാളെ നാൻഡസിനെയും നേരിടുന്നു. ഇംഗ്ലീഷ് ഫുട്ബോൾ സീസണിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റി ഷീൽഡിലും കണ്ടത് ഏറെക്കുറെ സമാനമായ ഒരു തിരിച്ചുവരവ്. വെംബ്ലി സ്റ്റേഡിയത്തിൽ 4-ാം മിനിറ്റിൽ തന്നെ ക്രിസ്റ്റൽ പാലസ് വലയിൽ പന്തെത്തിച്ച ലിവർപൂൾ കിരീടത്തിന് അവകാശവാദം ഉന്നയിച്ചു. 17-ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റിയിലൂടെ പാലസ് ഒപ്പമെത്തിയെങ്കിലും 21-ാം മിനിറ്റിൽ ജെറമി ഫ്രിംപോങ് നേടിയ ഗോളിൽ ലിവർപൂൾ വീണ്ടും ലീഡെടുത്തു. കിരീടം ലിവർപൂളിൻ്റെ മൈതാനമായ ആൻഫീൽഡിലേക്കു തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കെയാണ് 77-ാം മിനിറ്റിൽ പാലസിൻ്റെ സമനില ഗോൾ വന്നത്. സെനഗൽ താരം ഇസ്മായില സാറായിരുന്നു പാലസിന് ജീവശ്വാസം നൽകിയ ആ ഗോളിൻ്റെ അവകാശി. അതോടെ മത്സരം നേരിട്ട് പെനൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടു. ഷൂട്ടൗട്ടിൽ ലിവർപൂൾ താരങ്ങളായ മുഹമ്മദ് സല, അലക്സിസ് മക്കലിസ്റ്റർ, ഹാർവി എലിയട്ട് എന്നിവരുടെ കിക്കുകൾ സേവ് ചെയ്ത് ഗോൾ കീപ്പർ ഡീൻ ഹെൻഡേഴ്സൺ പാലസിൻ്റെ വീരനായകനായി. സമ്മർദ്ദം ബൂട്ടുകളിലേക്ക് പടരാതെ അവസാന കിക്ക് ജസ്റ്റിൻ ഡവനി ലക്ഷ്യത്തിലെത്തിച്ചതോടെ പാലസിന് സ്വന്തമായത് 3-2 എന്ന സ്കോറിൽ അവിസ്മരണീയ ജയം. കമ്മ്യൂണിറ്റി ഷീൽഡിലെ കന്നി അംഗത്തിൽ തന്നെയാണ് ഈഗിൾസ് എന്ന് വിളിപ്പേരുള്ള പാലസിൻ്റെ ഈ കിരീട നേട്ടം. ട്രാൻസ്ഫർ സീസണിൽ വൻതുക ചിലവഴിക്കാതെ പേരുകേട്ട അധികം താരങ്ങളില്ലാതെ കൈവരിച്ച ഈ വിജയം ക്രിസ്റ്റൽ പാലസ് പരിശീലകൻ ഒളിവർ ഗ്ലാസ്നർക്കും അഭിമാന നേട്ടമായി.
മറുവശത്ത് കഴിഞ്ഞ മാസം കാർ അപകടത്തിൽ ജീവൻ നഷ്ടമായ തങ്ങളുടെ പോർച്ചുഗൽ താരം ഡിയോഗോ ജോട്ടയുടെ ഓർമ്മകൾ തുടിച്ചു നിന്ന അന്തരീക്ഷത്തിൽ ട്രോഫി കൈവിട്ടുപോയത് ലിവർപൂളിനു സങ്കടമായി. ജോട്ടയ്ക്കും സഹോദരനും ആദരാഞ്ജലികൾ അർപ്പിച്ചതിനു ശേഷമായിരുന്നു വെംബ്ലി സ്റ്റേഡിയത്തിലെ കിക്ക് ഓഫ്. പുരുഷ ഫുട്ബോളിൽ ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ താഴേക്കു പോകുന്നതിനിടയിൽ വനിതാ ഫുട്ബോൾ വീണ്ടും രാജ്യത്തിന് അഭിമാനമേകിയ ആഴ്ച കൂടിയാണ് കടന്നുപോയത്. ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയ ഇന്ത്യൻ വനിതാ സീനിയർ ടീമിൻ്റെ ചുവട് പിന്തുടർന്ന് അണ്ടർ-20 ഏഷ്യൻ കപ്പിൽ യോഗ്യത നേടിയ ടീമായിരുന്നു ഇത്തവണ അഭിമാന നേട്ടത്തിൻ്റെ അവകാശികൾ. 2 പതിറ്റാണ്ടിനു ശേഷമാണ് ഇന്ത്യ ഈ വൻകര ടൂർണമെൻറ്റിന് യോഗ്യത നേടുന്നത്. യങ്കൂണിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ മ്യാൻമറിനെ 1-0 തോൽപ്പിച്ചാണ് ഇന്ത്യ യോഗ്യത ഉറപ്പിച്ചത്. നേരത്തെ നടന്ന മത്സരങ്ങളിൽ ഇന്തോനേഷ്യയോട് ഗോൾരഹിത സമനില പിടിച്ച ഇന്ത്യ തുർക്ക്മെനിസ്ഥാനെ 7-0 തകർത്തിരുന്നു. ഇതോടെ 4 പോയിൻ്റ് വീതമുള്ള ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള പോരാട്ടം ഫൈനൽ പോലെയായി. സ്വന്തം നാട്ടിൽ ആരാധകരുടെ പിന്തുണയോടെ ആവേശത്തോടെ കളിച്ച മ്യാൻമർ ഇതിനെതിരെ 27-ാം മിനിറ്റിൽ പൂജയാണ് ഇന്ത്യയുടെ വിജയ ഗോൾ നേടിയത്. രാജ്യം ആദ്യമായി വേദിയൊരുക്കിയ കോണ്ടിനെൻ്റൽ ടൂർ അത്ലറ്റിക്സിൽ മലയാളി താരങ്ങൾ മികവറിയിച്ച വാരം കൂടിയാണ് കടന്നുപോയത്. 17 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ 17 ഇനങ്ങളിലായി മത്സരിച്ച രാജ്യാന്തര മീറ്റിൽ 3 ഇനങ്ങളിൽ സ്വർണം നേടിയത് മലയാളികളാണ്. പുരുഷ ലോങ് ജമ്പിൽ എം ശ്രീശങ്കറും ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ള അബൂബക്കറും 800 മീറ്ററിൽ പി മുഹമ്മദ് അഫ്സലുമാണ് ഒന്നാമതെത്തിയത്. പുരുഷ ട്രിപ്പിൾ ജമ്പിൽ കാർത്തിക് ഉണ്ണികൃഷ്ണനും 400 മീറ്ററിൽ അമോജ് ജേക്കബും വെള്ളി നേടി. വനിതാ ലോങ് ജമ്പിൽ സാന്ദ്ര ബാബുവിൻ്റെയും 100 മീറ്റർ ഹഡിൽസിൽ സി അഞ്ജലിയുടെയും വെങ്കലം കൂടി ചേർന്നതോടെ മീറ്റിൽ മലയാളികളുടെ ആകെ നേട്ടം 7 ആയി. ഉത്തർപ്രദേശുകാരൻ ഷാനവാസ് ഖാൻ കടുത്ത വെല്ലുവിളി ഉയർത്തിയ പുരുഷ ലോങ് ജമ്പിൽ അവസാന ഊഴം വരെ 2ാം സ്ഥാനത്തായിരുന്നു ശ്രീശങ്കർ. എന്നാൽ 6ാമത്തെ ജമ്പിൽ സീസണിലെ ഏറ്റവും മികച്ച ദൂരമായ 8.13 മീറ്റർ ദൂരം പിന്നിട്ട് മലയാളി താരം സ്വർണം പിടിച്ചെടുത്തു. പരുക്കിനും ശസ്ത്രക്രിയക്കും ശേഷം മത്സരക്കളത്തിലേക്ക് തിരിച്ചെത്തിയ പാലക്കാട് സ്വദേശി ശ്രീശങ്കറിൻ്റെ മടങ്ങിവരവിലെ 3ാം രാജ്യാന്തര സ്വർണമാണിത്. ഈ വർഷം ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥ്യമരുളുന്ന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദികളിലൊന്നായി തിരുവനന്തപുരം മാറുന്നു എന്ന വാർത്തയും കഴിഞ്ഞ വാരം സംസ്ഥാനത്തെ കായിക പ്രേമികൾക്ക് സന്തോഷമേകി. ലോകകപ്പിൻ്റെ മുഖ്യ വേദിയായിരുന്ന ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മത്സര അനുമതി ലഭിക്കാതെ പോയതോടെ പകരം കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തെ പരിഗണിക്കാനാണ് ICCയുടെയും BCCIയുടെയും തീരുമാനം. IPL കിരീടം നേടിയ ബംഗളൂരു റോയൽ ചാലഞ്ചേഴ്സിൻ്റെ ആഘോഷ പരിപാടിക്കിടെയുണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബംഗളൂരുവിന് അനുമതി ലഭിക്കാതെ പോയത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ പൂർണ്ണമായും തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണെങ്കിൽ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഉദ്ഘാടനത്തിന് കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകും. സെപ്റ്റംബർ 30 ആരംഭിക്കുന്ന ലോകകപ്പിലെ ആദ്യ മത്സരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ്. IPL ക്രിക്കറ്റിൽ കേരളത്തിൻ്റെ മുഖമായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലെത്തുമെന്ന ചർച്ചകളും കഴിഞ്ഞ വാരം സജീവമായി. റോയൽസ് വിടാൻ സഞ്ജു താൽപ്പര്യമറിയിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ചെന്നൈ ടീമിലേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായത്. എന്നാൽ സഞ്ജു ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. 2026 IPL ലേലത്തിനു മുമ്പ് തന്നെ ടീമിൽ നിന്ന് റിലീസ് ചെയ്യണമെന്ന് സഞ്ജു രാജസ്ഥാൻ ടീമിനോട് ആവശ്യപ്പെട്ടതായി ESPN ക്രിക്ക് ഇൻഫോയാണ് റിപ്പോർട്ട് ചെയ്തത്. മലയാളി താരത്തെ സ്വന്തമാക്കാൻ ചെന്നൈ ടീം ശ്രമിക്കുന്നതായും നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. 2021 മുതൽ രാജസ്ഥാൻ ക്യാപ്റ്റനായ സഞ്ജു 2022 സീസണിൽ ടീമിനെ ഫൈനലിലേക്ക് നയിച്ചു. കഴിഞ്ഞ IPL സീസണിനിടെ പരിക്കേറ്റ സഞ്ജുവിന് 9 മത്സരങ്ങൾ മാത്രമാണ് കളിക്കാനായത്. ടീം വിടാൻ സഞ്ജു താൽപ്പര്യം അറിയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെൻറ്റിൻ്റേതാണ്. കഴിഞ്ഞ IPL മെഗാലേലത്തിനു മുമ്പ് 18 കോടി രൂപയ്ക്ക് സഞ്ജുവിനെ ടീമിൽ നിലനിർത്തിയ രാജസ്ഥാൻ റോയൽസിന് താരവുമായി 2 വർഷത്തെ കരാർ കൂടി ബാക്കിയുണ്ട്. അത്ലറ്റിക്സിൽ ഒരു അതുല്യ താരത്തിൻ്റെ റെക്കോർഡ് നേട്ടത്തിനും പോയ വാരം കായിക ലോകം സാക്ഷ്യം വഹിച്ചു. പുരുഷ പോൾ വോൾട്ടിൽ 13ാം തവണയും ലോക റെക്കോർഡ് തിരുത്തിയ സ്വീഡൻ്റെ അർമാൻ ഡുപ്ലൻറ്റിസിൻ്റേതായിരുന്നു ആ മിന്നും പ്രകടനം.
ഹംഗേറിയൻ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ 6.29 മീറ്റർ ഉയരം മറികടന്നാണ് 25-കാരൻ ഡുപ്ലന്റിസ് തൻ്റെ തന്നെ റെക്കോർഡ് തിരുത്തിയത്. ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന ഡയമണ്ട് ലീഗ് മീറ്റിൽ കുറിച്ച റെക്കോർഡാണ് ഡുപ്ലന്റിസ് മെച്ചപ്പെടുത്തിയത്. നിലവിലെ ഒളിമ്പിക്സ് ലോക ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് ഡുപ്ലന്റിസ്. ലോക ക്രിക്കറ്റിൽ 2 വമ്പൻ ജയങ്ങളും കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു. ബുലവായോയിൽ സിംബാബ്വെക്കെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 359 റൺസിനുമായിരുന്നു ന്യൂസിലൻഡിൻ്റെ ജയം. ടെസ്റ്റ് ക്രിക്കറ്റിൽ കിവീസിൻ്റെ ഏറ്റവും വലിയ വിജയവും സിംബാബ്വെയുടെ ഏറ്റവും വലിയ തോൽവിയുമായി ഇത്. പാകിസ്ഥാനെതിരായ ഏകദിന പരമ്പരയിൽ വെസ്റ്റ് ഇൻഡീസും സ്വന്തമാക്കിയത് വമ്പൻ ജയം. അവസാന ഏകദിനത്തിൽ 202 റൺസിനാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ജയം. ട്രിനിഡാഡിലെ ബ്രയൻ ലാര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് വിൻഡീസ് പാകിസ്ഥാനെതിരെ കൂറ്റൻ വിജയത്തോടെ പരമ്പര സ്വന്തമാക്കിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 294 റൺസ്. മറുപടി ബാറ്റിങ്ങിൽ കൂട്ടത്തോടെ തകർന്നറിഞ്ഞ പാകിസ്ഥാൻ 29.2 ഓവറിൽ വെറും 92 റൺസിൽ ഒതുങ്ങി. 1988 ശേഷം ഇതാദ്യമായാണ് വിൻഡീസ് സ്വന്തം നാട്ടിൽ പാകിസ്ഥാനെതിരെ ഏകദിന പരമ്പര സ്വന്തമാക്കുന്നത്. 2 പേർ ഗോൾഡൻ ഡക്കും 3 പേർ ഡക്കുമായ പാകിസ്ഥാൻ ഇന്നിംഗ്സിൽ 2 അക്കത്തിലെത്തിയത് 3 പേർ മാത്രം. ക്യാപ്റ്റൻ കൂടിയായ മുഹമ്മദ് റിസ്വാൻ, അബ്രാർ അഹമ്മദ് എന്നിവരാണ് പാക് നിരയിൽ ഗോൾഡൻ ഡക്കായത്. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് അഭിമാന നേട്ടം സമ്മാനിച്ച ഒരു താരത്തിൻ്റെ വിയോഗവും കഴിഞ്ഞ ദിവസമുണ്ടായി. 1972 മൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൽ അംഗമായിരുന്ന വി സ്പേസാണ് 80-ാം വയസ്സിൽ ജീവിത മൈതാനത്തു നിന്നു മടങ്ങിയത്. ഒളിമ്പിക് മെഡൽ ജേതാവ് കൂടിയായ ടെന്നീസ് താരം ലിയാൻഡർ പേസിൻ്റെ പിതാവ് എന്ന നിലയിലും കായിക പ്രേമികൾക്കു സുപരിചിതനായ വി സ്പേസ് അറിയപ്പെടുന്ന സ്പോർട്സ് മെഡിസിൻ വിദഗ്ധൻ കൂടിയായിരുന്നു. വി സ്പേസിൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കായിക ലോകം പോയ വാരം ഇവിടെ പൂർണ്ണമാവുന്നു. സ്പോർട്സ് മിക്സ് കായിക ലോകം കഴിഞ്ഞ ആഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്പോർട്സ് എഴുത്തുകാരൻ മുഹമ്മദ് ദാവൂദ്.